ശുചീകരണ തൊഴിലാളിയായ ജോയ് എന്ന വ്യക്തിയുടെ മരണത്തിന് കാരണമായ തിരുവനന്തപുരം തമ്പാനൂരിലെ ആമയിഴഞ്ചാൻ തോട്ടിലെ റെയിൽവേക്ക് കീഴിലുള്ള ഭാഗത്തെ മാലിന്യ കൂമ്പാരം നീക്കുന്നതിനായി ഒരു അടിയന്തര പരിഹാരം കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു യോഗത്തിന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. യോഗം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. യോഗത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ മുതൽ ബന്ധപ്പെട്ട മന്ത്രിമാരും സ്ഥലം MLA-മാരും ഉൾപ്പെടുന്ന സംഘമെല്ലാം പങ്കെടുക്കുന്നതായിരിക്കും. ഈ യോഗത്തിൽ ഈ തൊഴിലാളിയുടെ മരണത്തിന് കാരണമായ റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തര തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ജോയ് എന്നൊരു ശുചീകരണ തൊഴിലാളിയുടെ ജീവന് വേണ്ടി കേരളം മുഴുവൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് 46 മണിക്കൂറിലേറെ കാത്തിരുന്നു. പക്ഷെ ആ 46 മണിക്കൂറത്തെ കാത്തിരിപ്പ് വിഫലമാക്കിക്കൊണ്ടായിരുന്നു ജോയിയുടെ മൃതദേഹം തിരുവനന്തപുരം നഗരസഭയുടെ തന്നെ ശുചീകരണ തൊഴിലാളികൾ കണ്ടെത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീർച്ചാലുകളിലൊന്നായിരുന്നു ആമയിഴഞ്ചാൻ തോട്. ആ ആമയിഴഞ്ചാൻ തോട്ടിലെ റെയിൽവേക്ക് കീഴിലുള്ള 117 മീറ്റർ ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെയാണ് ജോയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ ജീവന് വേണ്ടി നടന്ന ഏറ്റവും വിപുലമായ രക്ഷാപ്രവർത്തന ദൗത്യമായിരുന്നു തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. 46 മണിക്കൂർ നീണ്ട ദൗത്യത്തിന് ഒടുവിൽ ജോയിയുടെ മൃതദേഹം മാത്രമേ കണ്ടെത്തുവാൻ സാധിച്ചുള്ളൂ എങ്കിലും ജോയിയുടെ ജീവന് വേണ്ടി നടന്ന ശ്രമത്തെ ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കുന്നതല്ല. ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് വിദഗ്ധരും നാവികസേനയുടെ പ്രത്യേക സംഘവും നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളും ഒക്കെ ചേരുന്നവർ കൈമേയ് മറന്ന് രാപ്പകലില്ലാതെ അധ്വാനിക്കാൻ തയ്യാറായി എന്നത് ഒരു വസ്തുതയാണ്. 2018-നും 2022-നും ഇടയിൽ ഇന്ത്യയിൽ 339 ശുചീകരണ തൊഴിലാളികളാണ് അവരുടെ തൊഴിലിനിടെ കൊല്ലപ്പെട്ടത്. അതിൽ ഒരാളുടെ ജീവന് വേണ്ടി പോലും ഒരു സംസ്ഥാനത്തും നടക്കാത്ത രക്ഷാപ്രവർത്തന ദൗത്യമാണ് കേരളത്തിൽ അരങ്ങേറിയത്. കേരളം എന്ന സമൂഹത്തിന്റെ മനസാക്ഷി എത്ര വലുതാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു അത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടാണ്. മാധ്യമങ്ങൾ മുഴുവൻ കുറ്റവും ഈ സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തിരുവനന്തപുരം കോർപ്പറേഷന്റെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും തലയിലിടുന്ന തിരക്കിലായിരുന്നു എന്ന് നിസ്സംശയം പറയാം. കേരളത്തിലെ പ്രതിപക്ഷമായ UDF-ഉം BJP-യും ഒറ്റക്കെട്ടായി മേയറിനെതിരെയും കോർപ്പറേഷനെതിരെയും രംഗത്ത് വന്നു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം 46 മണിക്കൂറിലേറെ നീണ്ടപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും നേരിട്ടെത്താൻ തയ്യാറാവാത്ത തിരുവനന്തപുരത്തിന്റെ സ്വന്തം MP-യും നഗരസഭയ്ക്കെതിരെയും മേയർക്കെതിരെയും ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ വസ്തുത എന്താ? ഈ അപകടം നടക്കുന്ന ഭാഗം 117 മീറ്റർ, ആ 117 മീറ്റർ റെയിൽവേ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ ഭൂമിയിലെ ശുചീകരണ പ്രവർത്തനം എന്നല്ല ഒരു പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്താൻ നഗരസഭയ്ക്കെന്നല്ല സംസ്ഥാന സർക്കാരിന് പോലും അനുവാദമില്ല. 2018-ലാണ് ഇവിടെ അവസാനം ശുചീകരണ പ്രവർത്തനം നടക്കുന്നത്. അന്ന് തിരുവനന്തപുരം മേയറായിരുന്നത് VK പ്രശാന്ത് ആയിരുന്നു. അന്ന് VK പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിർബന്ധമായി മാലിന്യ നീക്കം നടത്തിയതിന്റെ പേരിൽ കോർപ്പറേഷനെതിരെ ഒരു കേസ് കൊടുക്കാൻ പോലും റെയിൽവേ തയ്യാറായിരുന്നു എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല. അതിനുശേഷം മാറി മാറി വന്ന തിരുവനന്തപുരം നഗരസഭാ അധികൃതർ ഈ റെയിൽവേയോട് ഈ മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ട കത്തുകൾ നൽകിയിരുന്നു. ഏറ്റവും അവസാനം 19/6/2024 നൽകിയ കത്തിന്റെ കോപ്പിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിലും ആവർത്തിച്ച് റെയിൽവേയോട് നഗരസഭ ആവശ്യപ്പെടുന്നുണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യണം എന്ന്. പക്ഷേ അതിന് തയ്യാറാകാത്ത റെയിൽവേയുടെ അനാസ്ഥയാണ് ശരിക്കും ജോയിയുടെ ജീവൻ എടുത്തത് എന്ന് നിസ്സംശയം പറയാം. എന്നിട്ടും റെയിൽവേയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു വിമർശനം ഉന്നയിക്കാനോ റെയിൽവേയുടെ അധികൃതർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ എത്തിയ ഘട്ടത്തിൽ അവരോട് കൃത്യതയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനോ കേരളത്തിലെ ഒരു മാധ്യമവും തയ്യാറാകാത്തത് കേന്ദ്ര സർക്കാരിനോടുള്ള വിധേയത്വം കൊണ്ട് മാത്രമാകില്ല, പകരം തികഞ്ഞ ഇടതുവിരുദ്ധത ഒന്നുകൊണ്ടുകൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിന് കാരണമായ റെയിൽവേ ഭൂമിയിലെ മാലിന്യ നീക്കത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അടിയന്തര യോഗം വിളിച്ചു കഴിഞ്ഞു. ഈ യോഗത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു.